സ്കൂളിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ മക്കൾ വേണ്ടാത്ത വർത്തമാനം കേട്ട് പഠിച്ചു വരുമ്പോൾ ടീച്ചറോട് ചെന്ന് പറയാം, ടീച്ചറെ നിങ്ങളെ സ്കൂൾ ഇത്ര മോശമാണോ? എന്തു പറ്റി? എൻ്റെ മോനെ ഇക്കാലം വരെ ഞങ്ങൾ വീട്ടിൽ പറയാത്തത് മോശമായ വാക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മക്കൾ പറയുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് വരുന്ന ആ കുട്ടിയായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മുടെ മക്കളെ ഏത് സ്കൂളിൽ പറഞ്ഞയച്ചെങ്കിൽ എന്താ, തൊട്ടടുത്ത ബെഞ്ചിലോ ചെയറിലോ ഇരിക്കുന്ന കുട്ടി നല്ല കുട്ടിയാവണേ എന്ന് അള്ളാഹിനോട് തന്നെ അത് ഓർക്കണം. അല്ലേ? അഡ്മിഷൻ്റെ സമയത്ത് പറ്റൂലല്ലോ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് തന്നെ ഇരുത്തണം എന്ന് പറയാൻ പറ്റൂലല്ലോ. നമ്മുടെ കുട്ടികൾക്ക് നല്ല കൂട്ടുകാർ അള്ളാഹു നൽകട്ടെ. നബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ഓരോരുത്തരുടെയും മതം നിങ്ങളുടെ കൂട്ടുകാരെ നോക്കിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അള്ളാഹു നമുക്കത് നൽകട്ടെ, നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകട്ടെ. ചുരുക്കി പറയട്ടെ, ഏഴാമത്തേത് ചുറ്റുപാടിനെ സംബന്ധിച്ച് ബോധം വേണം. നമ്മുടെ യുവാക്കൾ വെറും ഒരു റൊമാൻറ്റിക് ലോകത്ത് ജീവിക്കുന്നവരാവരുത്. ഡ്രീം വേൾഡ് എന്നൊക്കെ പറയില്ലേ, സ്വപ്നലോകം, അങ്ങനെ ആയിക്കൂടാ. യാഥാർത്ഥ്യം അറിയണം, നാട്ടിൽ നടക്കുന്നത് അറിയണം, മുസ്ലിം ഉമ്മത്തിന്റെ സമകാലിക പ്രശ്നങ്ങൾ അറിയണം. ടേക്ക് ടൈം ടു ബി അവെയർ. ഇറ്റ്സ് ദ വേ ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള വഴി ചുറ്റുപാടിനെ കുറിച്ച് അറിയണം. ഇന്നങ്ങനെയാണ്, കുട്ടികളൊന്നും ന്യൂസ് കാണുന്നില്ല എന്നാ, ന്യൂസ് അത് ബോറിംഗ് ആണ്, അത് എനിക്ക് വേണ്ട, അതിലെന്താ ഉള്ളത്? അങ്ങനെയല്ല, അത് ചിലപ്പോൾ അറിയേണ്ടത് കാണും. പത്രങ്ങൾ വായിക്കണം, നമ്മുടെ കൂട്ടുകാർ ചുറ്റുപാടുകളെ കുറിച്ച് അറിയണം. അപ്പോഴേ സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുള്ളൂ. കുൻറിയാദുയ്യൻ, ചെറുപ്പക്കാരോട് പറയാൻ നല്ല അത്ലറ്റ് ആവണമെന്ന്. അതൊക്കെ കേട്ടില്ലല്ലോ. ആരോഗ്യം വേണം. മുത്തനബി ഞങ്ങളുടെ ഒരൊറ്റ ഹദീസ് മതി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യമുള്ള മുഅ്മിനാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുള്ള സത്യവിശ്വാസിയാണ് ആരോഗ്യമില്ലാത്തവനേക്കാളും അല്ലാഹുവിനിഷ്ടം. രണ്ടുപേരിലും നന്മയുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും ഇഷ്ടം നല്ല ആരോഗ്യമുള്ളവനെയാണ്. അപ്പോൾ കുറച്ച് എക്സസൈസും ജോഗിങ്ങും നടത്തവും ഔറത്ത് മറച്ചിട്ടുള്ള നിസ്കാരം കളാക്കാത്ത ഫുട്ബോൾ കളി, അതൊക്കെ കുഴപ്പമില്ല, അതിനൊന്നും വിരോധമല്ലല്ലോ. നിസ്കാരം കളാക്കരുത്, അതൊരു തൊഴിലായി കൊണ്ട് നടക്കരുത്. ഔറത്ത് കാണിച്ച് കാലിൻ്റെ മുട്ടിൻ്റെ മേലെ നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. കാൽമുട്ട് മറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ട്രാക്ക് സ്യൂട്ടോ അല്ലെങ്കിൽ ട്രൗസറൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തോളൂ, കളിക്കാം, അതിന് കുഴപ്പമില്ല. ഹറാമെന്ന് പറയാൻ പറ്റൂല. ആരോഗ്യം വേണം, നല്ല ആരോഗ്യം വേണം. പൊണ്ണത്തടിയന്മാരായിട്ട് മാറരുത് ചെറുപ്പക്കാരെ. ഇതൊക്കെ നമ്മുടെ വില പറയാൻ. ദാർലൂദിയിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ദാർലൂദിൻ്റെ മാനേജർ ഇപ്പോഴും ഉണ്ട്, ബഹുമാനപ്പെട്ട ഷംസുക്ക. 4 മണിക്ക് കിതാബ് ഓതി അവിടെ വായിച്ചിരിക്കുക എഴുതിയിരിക്കുകയാണെങ്കിൽ അടി കിട്ടും. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ പോയി കളിക്കണം എന്നാണ്. ഇപ്പോൾ പൈജാമയും കുപ്പായൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി ഓടെ കളിക്കുക. മഗ്‌രിബ് ആകുമ്പോഴേക്കൊക്കെ കുളിച്ച് റെഡിയായി തസ്ബീഹിന് ചൊല്ലാൻ വേണ്ടി മഗ്‌രിബിലേക്ക് പള്ളിയിലേക്ക് പോകണം. കളിച്ചില്ലെങ്കിൽ അടി കിട്ടുമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്ന് അങ്ങനെയാണ്, അന്ന് കളിപ്പിക്കൂ. എന്ത് വെച്ചാൽ അത് ആവശ്യമാണ്. ആരോഗ്യം ഉണ്ടാവും. അല്ല അല്ലേ, നമ്മൾ പറയില്ലേ, സ്ട്രോങ് മൈൻഡ് ഈസ് ഇൻ എ സ്ട്രോങ് മൈൻഡ് ഈസ് ഇൻ എ സ്ട്രോങ് ബോഡി. അല്ലേ, നല്ല ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള തലച്ചോറുണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ആരോഗ്യം വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലിമു ഔലാദകുമുസ് സിബാഹ വറിമായ വറുകൂബൽ ഖൈൽ. ഉമർ തങ്ങൾ നിരന്തരം ഉപദേശിക്കുന്ന, മക്കളെ നിങ്ങൾ നീന്താൻ പഠിപ്പിക്കണം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോടല്ല എന്ന് മാത്രം. എന്നാലും നീന്താൻ അറിയാത്തവർ കൈപൊക്കട്ടെ എന്നല്ല, നീന്താൻ അറിയുന്നവർ കൈപൊക്കട്ടെ എന്നാണ് പറഞ്ഞു. നീന്താൻ അറിയുന്നവർ മാഷാ അല്ലാഹ്, പുഴയ്ക്ക് തള്ളി വിട്ടാലേ ഇത് സത്യമാണോ അല്ലേ എന്ന് അറിയുള്ളൂ. എന്നാലും അൽഹംദുലില്ലാഹ്, അറിയില്ല എന്ന് പറയാനൊരു ജാള്യതയാണല്ലോ. അറിയും, അൽഹംദുലില്ലാഹ്. അത് സുന്നത്താണെന്ന് പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ കൂലി കിട്ടിയിട്ടുണ്ടാവും. സുന്നത്താണല്ലോ എന്ന് പറഞ്ഞ കുളത്തേക്ക് ഒരൊറ്റ ചാട്ടം, ഞാൻ നീന്തം പഠിക്കട്ടെ, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതല്ലേ നീന്തം പഠിക്കാൻ, ഞാൻ ചാടട്ടെ. ഒരു മഹലിൽ മൊത്തം നീന്താൻ അറിയാത്ത ആൾക്കാരുണ്ടെന്നാ. അതേത് മഹല്ലാന്ന് ഞാൻ പറയില്ല, അതൊരു വിറ്റാണ്, അത് ഞാൻ പറയുന്നില്ല. അതെ, ഇത് കേൾക്കുന്നവർക്ക് അറിയും അത്. അപ്പോൾ അങ്ങനെ ആവരുത്. നീന്താൻ അറിയണം, നീന്താൻ അറിയണം. മുഅ്മിൻ അങ്ങനെയാണെന്നാ. അതുകൊണ്ട് ഇപ്പോൾ മൂല്യരല്ലാതെ ഇപ്പോൾ ഉസ്താദ് ഇപ്പോൾ ഒന്ന് മുങ്ങി കുളിച്ചെന്ന് വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടോ? ഓർത്തൊക്കെ മറിച്ച് ഉസ്താദ് കുളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പണ്ടൊരു ഉസ്താദ് ഹൗലൊന്ന് മുങ്ങി കുളിച്ചിട്ട് കമ്മിറ്റിക്കാർ പിരിച്ചു വിട്ടിരിക്കുന്നത്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത്. നീന്താൻ അറിയണം എന്നാണ്. കുൻറിയാദുയ്യൻ, നീന്താൻ അറിയുന്നവരാവണം, ആരോഗ്യമുള്ളവരാവണം ചെറുപ്പക്കാർ. ചെറുപ്പക്കാരെ പറ്റി പറയാം. 40 വയസ്സ് വരെയുള്ള റൂളാണ് ഇപ്പോൾ പറയുന്നത്. 40 കഴിഞ്ഞവർ പിന്നെ ബസ് പോയി.
ഏതായാലും സാരമില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക. അൽഹംദുലില്ലാഹ്, അടുത്ത ബസ് വരുന്നവരെ സ്റ്റോപ്പൊക്കെ നടന്നു നോക്കുക, ചിലപ്പോൾ അടുത്ത ബസ് കിട്ടിയെന്ന് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലിമു ഔലാദകുമുസ് സിബാഹ, മക്കളെ നീന്താൻ പഠിപ്പിക്കണം. വരിമായ ആർച്ചറി പഠിപ്പിക്കണം എന്ന്, അമ്പെയ്യാൻ, ഷൂട്ടിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ഇന്ന് മക്കളെ പഠിപ്പിക്കണം. റുകൂബൽ ഖൈൽ, ഹോഴ്സ് റൈഡിങ്, കുതിരയോട്ടം പഠിപ്പിക്കണം. ഇതൊക്കെ പറയുമ്പോൾ അറിയണം, മക്കയിലൊരു പുഴയില്ല, മക്കയിലൊരു കുളം പോലില്ല. മദീനയിൽ പുഴ ഉണ്ടോ, തോടുണ്ടോ? ഒരൊറ്റ കുളം ഉണ്ടായിരുന്നു, ഒരു കുളം. അന്ന് നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ഒരു കുളമുണ്ടായിരുന്നു അവിടെ, ഇന്ന് കാണുന്നില്ല. ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നബി തങ്ങൾ ലിയസ്ബഹ കുല്ലു ഹബീബിൻ ഇലാ ഹബീബിഹി, സുദ്ദീഖ് തങ്ങളും നബി തങ്ങളും ഒന്ന് രണ്ട് കൂട്ടുകാരും ആ കുളത്തിൽ കുളിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, അക്കരെ ഇക്കരെ നിന്ന് ഓരോരുത്തരും അവനവൻ്റെ കൂട്ടുകാരനിലേക്ക് നീന്തുക എന്ന് പറഞ്ഞ് മത്സരിച്ച് നീന്തി. ഫസബഹ ഇലാ അബീ ബക്കറിൻ, നബി തങ്ങൾ നീന്തിയത് സുദ്ദീഖ് തങ്ങളുടെ അടുത്തേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നീന്തൽ മത്സരം നടത്തിയിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രസമാണ് ദീൻ. ഇതൊക്കെ കൂടുമ്പോൾ അതുകൊണ്ടൊന്നും മൂല്യരല്ലാതെ ആവില്ല. എന്ത് ചെയ്യുക, ആച്ചടക്കത്തിൽ അതൊക്കെ ചെയ്യാം. കമ്പറ്റിക്കാർ ചിലപ്പോൾ വെച്ച് വിട്ടുന്ന് വരും, അത് വേറെ വിഷയം. വൈകുന്നേരം ഉസ്താദ് കുട്ടികളപ്പോൾ കളിക്കിറങ്ങിയാൽ, പക്ഷേ അതൊക്കെ അനിവാര്യതയാണ്. മുമ്പൊക്കെയാണ് നമ്മൾ മുദരിസിൻ്റെ അരവാതിൽ അടഞ്ഞു കിടക്കുക എന്ന് പറയാം. ഇന്ന് 2 വാതിലും തുറന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെ ആളുകൾ ചോദിച്ചും അറിഞ്ഞും അവരുമായി ഇടപഴകി പഠിക്കുന്ന കാലം. മുമ്പ് അങ്ങനെയല്ല, ഉസ്താദിനെ കാണുമ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് ഓടി രക്ഷപ്പെടുന്ന കാലമാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. അപ്പം എന്ത് ചെയ്യണം, ഇടപെടണം, മിംഗ്ലിങ് വേണം. അപ്പോൾ അവരുമായുള്ള ആ ഒരു മെൻ്റൽ ഒരു മാനസികമായ ബന്ധത്തിന് അതൊക്കെ ചിലപ്പോൾ സഹായിച്ചെന്ന് വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ യുക്തം പോലെ ചെയ്യുക. അവനവൻ്റെ പള്ളി കമ്മിറ്റിക്കാരുടെ മൂടനുസരിച്ചൊക്കെ തീരുമാനം എടുക്കുക. ഉസ്താദന്മാർ അല്ലിമു ഔലാദകുമുസ് സിബാഹ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു കച്ചവടം നടത്തുമ്പോൾ കണ്ടിട്ട് പറഞ്ഞു, ചെറിയ കുട്ടിയായിരുന്നു. മഹാനായ ജഅഫർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ എന്നവരെ കച്ചവടം ചെയ്യുമ്പോൾ നബി തങ്ങൾ കണ്ടിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ബൈഇഹി. ചെറിയൊരു കുട്ടി കച്ചവടത്തിന് ഇറങ്ങാൻ, അൽഹംദുലില്ലാഹ്, മോഷണത്തിനല്ലല്ലോ പോകുന്നത്, ഒരു ഹലാലായ മീൻസ് ഓഫ് ലൈഫ്, അല്ലെ, ജീവിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ഉന്മേഷത്തോടുകൂടെ പ്രവർത്തിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണം. നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി തൊട്ടു മുമ്പ് ദുആ ചെയ്യണം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി. ഉദ്ഉ ലിഗൈരിക്, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ഇറക്കണം. നമുക്കൊക്കെ ശത്രുക്കളുണ്ടാവാം, മിത്രങ്ങളുണ്ടാവാം. ശത്രുക്കൾക്ക് വേണ്ടിയും ദുആ ഇറക്കണം എന്നാണ്. അല്ലാഹുവേ പുറത്തു തരണേ, ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഞങ്ങളെ സഹായിച്ചവർക്ക്, ഭക്ഷണം തന്നവർക്ക് എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹുവേ മുസ്ലിമീങ്ങളായ ഞങ്ങളുടെ ശത്രുക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പറയണമെന്നാണ്. ഒരു പക്ഷേ അതിലൂടെയൊക്കെ നന്നായാലോ. ശത്രുക്കൾ, മാൽക്കം എക്സ് ആണ് അത് ലോകത്ത് ആദ്യം കൊണ്ടുവന്ന പ്രഗത്ഭനായ പ്രാസംഗികൻ. മാൽക്കം എക്സ് കേട്ടവരുടെ സമയം വൈകി നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അമേരിക്കക്കാരനായ അമേരിക്കയിലെ വർഗീയതയ്ക്കെതിരെ വിപ്ലവം ചെയ്ത മാൽക്കം എക്സ് മരിച്ചുപോയി. 1980-കൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം അസ്സലാമു അലൈക്കും, അദ്ദേഹത്തിൻ്റെ ഒരു ഗാഢമായ ശബ്ദ, ഞാനെന്ന് പറഞ്ഞത് എത്തൂല, വല്ല ഷവാക്കി വിസ്താദോ കബീർ വാക്കി വിസ്താദൊക്കെ പറയേണ്ടി വരും. അവർ ഗാഢമായ രീതിയിലൊരു അസ്സലാമു അലൈക്കും, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്, അങ്ങനെ അവർ അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ യു ക്യാൻ സ്റ്റോപ്പ് എ ഹോൾ ഓഡിയൻസ്. എത്ര ബഹളമുള്ള ഒരു സമൂഹമാണെങ്കിലും മാൽക്കം എക്സിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് എനിമീസ്. വാ, എല്ലാവരും പെട്ടതിൽ, ശത്രുക്കളെ, സുഹൃത്തുക്കളെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, എന്നിട്ട് അവർ പ്രസംഗം തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ശത്രു സമൂഹത്തെയും ഉൾക്കൊള്ളാൻ കഴിയാം. അതിന് ഇച്ചിരി മനസ്സ് വിശാലത വേണ്ടി വരും. നമ്മുടെ ശത്രുക്കൾക്ക് ചിലപ്പോൾ അത് ഇല്ലാതെ വന്നേക്കാം, നമുക്കത് ഉണ്ടാവാം. ഉദ്ഉ ലിഗൈരിക്, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കു വേണ്ടിയും കേടായി ദുആ ചെയ്യരുത്. അങ്ങനെയാണ്, ആർക്കു വേണ്ടിയും കേടായി ദുആ ചെയ്യരുത്. എംഎൽഎക്കെതിരെ തോരുന്നൊക്കെ നമ്മൾ പറയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആർക്കും ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി കേടായി ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ അഹ്ലീകും, നിങ്ങളുടെ ഭാര്യമാർക്കെതിരായി ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മോശമായി ദുആ ചെയ്യല്ലേ. വലാ തദ്ഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെ ദുആ ചെയ്യല്ലേ. നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ വീട്, വണ്ടി പോകുന്ന പോക്കിൽ ബ്രേക്ക് ഡൗൺ എന്ന് വിചാരിക്കുക, കുരുത്തം കേട്ട ഈ കാർ എപ്പോഴും ഇങ്ങനെ തന്നെ ഒന്നും പറയണ്ട, അള്ളാൻ്റെ ഖലാ ആണെന്ന് വിചാരിക്കുക.
എന്തെങ്കിലും യാത്രയിൽ പ്രയാസം വന്നു, ഒന്നും ആരെയും പഴിചാരണ്ട, ആരെയും കുറ്റം പറയണ്ട, ക്ഷമിച്ചിരിക്കുക. ലാ തദ്ഉ, വാഹനത്തിനെതിരെ ദുആ ഇറക്കരുത്, നിങ്ങൾക്കെതിരെ ദുആ ചെയ്യരുത്, ആർക്കും എതിരായിട്ട് ദുആ ചെയ്യരുത്, അനുകൂലമായി ദുആ ചെയ്യണമെന്ന്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന ഒരാൾ, ഒരു വാപ്പ പറഞ്ഞു, സഈദ് എന്നവരെ, എൻ്റെ മോൻ വളരെ പ്രശ്നക്കാരനാണ്, അവൻ ആകെ കേടുവന്നുപോയി. സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മകനെതിരെ എപ്പോഴെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അഫ്സദതുഹു ദുആഉക, നിങ്ങൾ ആ മോനെതിരെ ചെയ്ത ദുആയാണ് നിങ്ങളുടെ മോൻ മോശക്കാരനാവാൻ കാരണം എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാൻ. അതുകൊണ്ട് ആരും ആർക്കും എതിരായി ദുആ ചെയ്യരുത്. മുസ്ലിമീങ്ങൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാനും അനുകൂലമായും ശത്രുതയ്ക്ക് വേണ്ടി ദുആ ചെയ്യരുത്. എല്ലാവരും സുഹൃത്തുക്കൾക്ക് നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ശത്രുക്കൾക്ക് പോലും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അവസാനമായി മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉപദേശത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനമായി നമ്മുടെ സമയം കൃത്യമായി ഉപയോഗിക്കാം. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറഞ്ഞത് ചില ശ്വാസങ്ങളാണ്, അല്ലെങ്കിൽ ഇന്നമ അൻത അയ്യാമുൻ ഇദാ ദഹബ ബഅദുഹാ യൂഷികു അൻ തദ്ഹബ കുല്ലുഹാ, നമ്മൾ എന്ന് പറഞ്ഞത് കുറച്ച് ദിവസങ്ങളാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മുഴുവൻ പോവാനിടയുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടി ഒരുങ്ങുക. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.